രാജ്യതലസ്ഥാനം സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധത്തിന് വേദിയായതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം കണ്ടത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് CJPയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം, ആ പ്രതിഷേധത്തിന് ഒടുവിൽ കേന്ദ്രമന്ത്രിക്ക് രാജിവെക്കേണ്ടതായും വന്നു. ഇപ്പോഴിതാ ഈ പരീക്ഷാ ക്രമക്കേടുകൾക്ക് കൂടുതൽ ശിക്ഷ ഉറപ്പാക്കുന്ന പുതിയ ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ്. അല്പസമയത്തിനകം പാർലമെന്റ് നടപടികൾ ആരംഭിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സഭാ നടപടികൾ തടസ്സപ്പെട്ട സാഹചര്യം ആണ് ഉണ്ടായിരുന്നത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് ഈ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുക. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷം അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. പരീക്ഷാ നടത്തിപ്പ് സംബന്ധിച്ച് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു പ്രധാനമന്ത്രി ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. അതേസമയം CJP സമരത്തിന് ഇടയുണ്ടായ പോലീസ് അതിക്രമം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുകയാണ് എന്നതാണ് മറ്റൊരു വിവരമുള്ളത്. നമുക്കാദ്യം ഈ വാർത്തകളിലേക്ക് തന്നെയാണ് പോകേണ്ടത്. മനു ഭരത്താണ് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. മനു, നിരവധി വിഷയങ്ങൾ, അതായത് CJPയുടെ സമര വിജയത്തിന് ശേഷമുള്ള നിരവധിയായ വിഷയങ്ങൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഒരു ടാസ്ക് ഫോഴ്സിനെ രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാർ. അത് ഈ പ്രതിഷേധത്തെ ഒന്ന് അണയ്ക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുമാണ് എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെയാണല്ലോ വളരെ നിർണായകമാകുന്ന ഒരു ബിൽ കൂടി കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അല്പസമയത്തിനകം അവതരിപ്പിക്കാൻ പോകുന്നത്. രഞ്ജിത്ത്, ഇതിനെ രണ്ടായി കാണാം. ഒരു വിഭാഗം ഇത് മറ്റൊരു ഗത്യന്തരമില്ലാതെ പാർലമെന്റിൽ ഇത്തരമൊരു ബില്ലുമായി BJP വരുന്നു എന്ന് പ്രതിപക്ഷം വാദിക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ ഗൗരവതരമായി എടുക്കുന്നു എന്നതാണ് BJPയുടെ വാദം. ഒരു ഹൈ പവർ ടാസ്ക് ഫോഴ്സിനെ ആണ് ഇത് ഈ പരീക്ഷ ഇതിന് മേൽനോട്ടത്തിനായി നിയമിച്ചിട്ടുള്ളത്. അതിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള നന്ദൻ നിലാഖേനിക്ക് അപ്പുറത്തേക്ക് സോംനാഥിനെ പോലെ ISR മുൻ മേധാവി സോംനാഥിനെ പോലുള്ളവർ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മുൻ IB ഡയറക്ടറെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. IIT മദ്രാസിൻ്റെ ഡയറക്ടറെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ രാജ്യത്തെ പ്രമുഖരായ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുടെയൊക്കെ തലവന്മാരായി സേവനമനുഷ്ഠിച്ച് അതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തിയാണ് ഈ ഹൈ ലെവൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത് ഗൗരവതരമായി എടുക്കുന്നു എന്നതാണ് ഇതിൽ വരുന്ന ഒരു വിഷയം. 2004 ഒരു ബില്ല് സർക്കാർ പാസ്സാക്കിയിരുന്നു, ഈ പബ്ലിക് എക്സാമിനേഷൻ അമെൻമെൻറ്റ്, പബ്ലിക് എക്സാമിനേഷൻ ബിൽ. ആ പബ്ലിക് എക്സാമിനേഷൻ ബില്ലിനെയാണ് ഇപ്പോൾ ഭേദഗതി ചെയ്യാനായി ഉദ്ദേശിക്കുന്നത്. അതിന് പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് എന്ന തരത്തിൽ ഈ ക്രമക്കേടുകൾ തടയുന്നതിന് വേണ്ടിയുള്ള ചില രൂപകൽപ്പന ചെയ്തിട്ടുള്ള ബില്ലാണ് ഇപ്പോൾ അതിനെ പുതിയ പരിഷ്കരണങ്ങൾക്ക് വിധേയമാകുന്നത്. അതിൽ നേരത്തെ 5 വർഷം വരെയാണ് തടവ് ശിക്ഷ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വിധിച്ചിരുന്നതെങ്കിൽ അത് 10 വർഷത്തേക്ക് ഉയർത്തും. അതുപോലെ പിഴത്തുക 50 ലക്ഷം വരെയൊക്കെ, 10 ലക്ഷത്തിൽ നിന്ന് 50 ലക്ഷം വരെയൊക്കെ ആക്കി ഉയർത്തുമെന്ന് പറയുന്നുണ്ട്. ഒപ്പം പരീക്ഷകളുടെ നടത്തിപ്പിന് ഒരു പ്രത്യേക സംവിധാനം വരുന്നു. അതോടൊപ്പം പരീക്ഷാ ക്രമക്കേടുകൾ നടത്തുമ്പോൾ അത് അന്വേഷിക്കാൻ പ്രത്യേക സംഘം വരുന്നു. അത് വിചാരണ ചെയ്യാൻ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതി വരുന്നു. അതിന് ശുപാർശകൾ സമർപ്പിക്കാനായി ഒരു ഹൈ ലെവൽ ടാസ്ക് ഫോഴ്സിൽ രൂപീകരിക്കുന്നു. അങ്ങനെ രാജ്യത്തെ പരീക്ഷാ സംവിധാനങ്ങൾ വളരെ ഗൗരവതരമായി കേന്ദ്ര സർക്കാർ എടുക്കുന്നു. അതാണ് തീർച്ചയായും മനു സൂചിപ്പിക്കുന്ന പോലെ രാജ്യത്തെ പരീക്ഷാ സംവിധാനങ്ങളെ കേന്ദ്ര സർക്കാർ ഗൗരവത്തോടു കൂടി കാണുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏതൊരു രാജ്യത്തിൻ്റെയും പ്രധാന സമ്പത്ത് എന്ന് പറയുന്നത് ആ രാജ്യത്തെ യുവാക്കൾ തന്നെയാണ്. യുവാക്കൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, യുവാക്കളുടെ പ്രവൃത്തികൾ ആണ് പലപ്പോഴും ഒരു രാജ്യത്തിൻ്റെ ഗതി തന്നെ നിർണ്ണയിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നതിനോടൊപ്പം തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം കൂടിയാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെയാണ് യുവാക്കളുടെ ശക്തിക്ക് കൂടുതൽ ഊന്നൽ നൽകാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമായിട്ടുള്ളത് എന്നതാണ്. ഇവിടെ ഇതാ BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു രാജ്യം ഒരു പരീക്ഷ എന്ന നിലയിൽ ഉള്ള നടത്തിപ്പുമായി മുന്നോട്ട് പോവുകയും അങ്ങനെയാണ് നീറ്റ് പരീക്ഷകൾ ആരംഭിക്കുകയും ചെയ്തത്. അങ്ങനെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ഒരുമിച്ച് പരീക്ഷ എഴുതുന്ന ഒരു സംവിധാനം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇവിടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ രാജ്യത്ത് ആദ്യമായല്ല ചോദ്യപേപ്പർ ചോർച്ച സംഭവിക്കുന്നത്. രാജ്യവ്യാപകമായി നടത്തുന്ന പരീക്ഷകൾ, സംസ്ഥാന തലത്തിൽ നടത്തുന്ന പരീക്ഷകൾ ഒക്കെ ചോർന്നിട്ടുള്ള പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുള്ള സാഹചര്യമുണ്ട്. പക്ഷേ
കാലാകാലങ്ങളിൽ അത് തടയുന്നതിനും കൂടുതൽ കുറ്റമറ്റ രീതിയിൽ പരീക്ഷകൾ നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള ശ്രമങ്ങൾ ആയിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ 2024 തന്നെ കുറ്റമറ്റ രീതിയിൽ പരീക്ഷ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമം നടപ്പിലാക്കിയിരുന്നു. പക്ഷേ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു പരീക്ഷ, അതും ദിവസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം തയ്യാറെടുപ്പുകൾ നടത്തിയാണ് കുട്ടികൾ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത്. അങ്ങനെയുള്ള പരീക്ഷയിലാണ് ക്രമക്കേട് ഉണ്ടായിട്ടുള്ളത്. ഇത് എടുത്തു പറയേണ്ടത്, കാലങ്ങളായി ഇതിന് പിന്നിൽ പല ലോബികളും പ്രവർത്തിക്കാറുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ ഉള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉൾപ്പെടെ ആണ് ഇത്തരം ചോദ്യപേപ്പർ ചോർച്ചയിലേക്കൊക്കെ എത്തുന്നത്. അവിടെയായിരുന്നു അസാധാരണമായ ഒരു പ്രതിഷേധം ഡൽഹിയിൽ രൂപപ്പെട്ടത്. അതാകട്ടെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു കൂട്ടായ്മ. ദിവസങ്ങളുടെ മാത്രം പഴക്കമേ ഉള്ളൂ ആ കൂട്ടായ്മയ്ക്ക്. ആ കൂട്ടായ്മയുടെ വിജയമായി അത് മാറുമ്പോൾ കേന്ദ്ര സർക്കാർ അതീവ ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ കാണുകയും ഇനിയെങ്കിലും ഈ പരീക്ഷകൾ, പ്രധാനപ്പെട്ട പരീക്ഷകളുടെ വിവരങ്ങൾ ചോർന്നു പോകരുത് എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ പൊതുപരീക്ഷാ ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്നത്. എന്താണ് ഈ ബില്ലിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പൊതുപരീക്ഷ കുറ്റമറ്റതാക്കുക, അതോടൊപ്പം തന്നെ പരീക്ഷാ പേപ്പർ ചോർന്നാൽ, ചോദ്യപേപ്പർ ചോർന്നാൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുക. ഇതാണ് ഈ ഭേദഗതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. നിലവിൽ 2024 ഭേദഗതി അനുസരിച്ച് 3 വർഷം മുതൽ 5 വർഷം വരെ പിഴ ലഭിക്കുന്ന തരത്തിൽ ആണ് ബില്ലിലെ വ്യവസ്ഥകൾ നേരത്തെ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ പിഴത്തുക എന്നത് 1 കോടി രൂപ വരെ എന്ന നിലയിലേക്കൊക്കെയാണ്. അത് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉയർന്ന ശിക്ഷയാണ്. എന്നാൽ പൊതുവിൽ ലഭിക്കുന്ന ശിക്ഷ 25 ലക്ഷം എന്ന നിലയിൽ ആയിരുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് വലിയ മാറ്റങ്ങൾക്ക് സർക്കാർ തയ്യാറെടുക്കുന്നത്. അതായത് ഈ പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേടുണ്ടായാൽ അതുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയവർക്ക് 5 മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന, അതായത് പിടിക്കപ്പെട്ടാൽ, തെളിയിക്കപ്പെട്ടാൽ പിന്നീട് 10 വർഷം ജയിൽവാസം അനുഭവിക്കേണ്ടി വരുന്ന നിലയിലേക്ക് നമ്മുടെ നിയമങ്ങളെ മാറ്റി എഴുതാൻ ആണ് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത്. അതുമാത്രവുമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട പിഴത്തുക ഒരു പരിധിവരെ കുറഞ്ഞ പിഴത്തുക എന്ന് നമുക്ക് സാങ്കേതികമായി പറയാം. 50 ലക്ഷം രൂപ പിഴത്തുക കൂടി അടയ്ക്കേണ്ടതായി വരും. അപ്പോൾ സ്വാഭാവികമായും ഈ പിഴത്തുക അടയ്ക്കാൻ പറ്റുന്നില്ല എങ്കിൽ ശിക്ഷ വീണ്ടും മാറുന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടാവുക. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏജൻസികൾ. ആ ഏജൻസികൾ ആണ് പലപ്പോഴും ഇത്തരം ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത്. നമുക്കറിയാം, ഇതിൻ്റെ സാങ്കേതികമായ സംവിധാനങ്ങൾ, ഡിജിറ്റൽ സംവിധാനങ്ങൾ ഒക്കെ പ്രൈവറ്റ് അല്ലെങ്കിൽ സ്വകാര്യ ഏജൻസികളെയാണ് കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ വകുപ്പുകളോ ഒക്കെ ഏൽപ്പിക്കാറുള്ളത്. അത് ഉത്തരവാദിത്വത്തോടെ ചെയ്തു തീർക്കുക എന്നതാണ് ഈ ഏജൻസികളുടെ ഉത്തരവാദിത്തം. എന്നാൽ ആ ഏജൻസികൾ പലപ്പോഴും ചോദ്യപേപ്പർ ചോരുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്നുണ്ട്. അവരുടെ അറിവോടുകൂടിയാണ് പലപ്പോഴും ചോദ്യപേപ്പർ ചോരുന്നത് എന്നാണ് അന്വേഷണങ്ങളിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഏജൻസികൾക്ക് മൂക്കുകയർ ഇടുക എന്നതാണ് ഈ ബില്ലിലെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്നത്. ഏജൻസികൾ വഴിയാണ് ചോദ്യപേപ്പർ ചോർന്നത് എന്ന് തെളിഞ്ഞാൽ ആ ഏജൻസി 25 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം എന്നതാണ് വ്യവസ്ഥ. നിലവിൽ അത് 1 കോടിയാണ് എന്നതാണ് പ്രേക്ഷകർ ഓർക്കേണ്ടത്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത് ഈ ഏജൻസിയാണെങ്കിൽ, പരീക്ഷാ നടത്തിപ്പ് ഏജൻസിയാണെങ്കിൽ 1 കോടി രൂപയാണ് പിഴ. അത് 25 കോടി രൂപയായി ഉയർത്തുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.